5 ദിവസം കഴിഞ്ഞിട്ടും ചികിത്സ നൽകിയില്ലെന്ന് രോഗിയുടെ മരണമൊഴി. ആരോഗ്യമേഖലയിൽ നമ്പർ 1 ആയ കേരളത്തിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടത് കാരണം ഒരാൾ മരിച്ചു. കൊല്ലം സ്വദേശി വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം ആരോഗ്യവകുപ്പിനെതിരായ മരണമൊഴിയായി മാറുന്നു. വേണുവിന് സംഭവിച്ചത് സംസ്ഥാന സർക്കാർ 9 വർഷം കൊണ്ട് വരുത്തിവെച്ച ദുരന്തമാണെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോഗ്യമേഖലയിൽ നമ്പർ 1 എന്ന അവകാശവാദം ഉന്നയിക്കുന്ന കേരള സർക്കാർ മറുപടി പറയേണ്ട ഒരു സംഭവം നടന്നിരിക്കുന്നു. അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ രോഗിക്ക് നേരെ കണ്ണടച്ച ആരോഗ്യ സംവിധാനം അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ വിവരം പുറത്തുവിട്ടത് മാധ്യമങ്ങളോ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളോ അല്ല. ചികിത്സയ്ക്കായി അപേക്ഷിച്ചിട്ടും അത് നിഷേധിക്കപ്പെട്ടത് കാരണം മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന രോഗി തന്നെയാണ് നിർണായക വിവരം മരണമൊഴി പോലെ പുറത്തുവിട്ടത്. കൊല്ലം പന്മന സ്വദേശിയായ 48-കാരൻ വേണുവാണ് ബുധനാഴ്ച മരിച്ചത്. ഓട്ടോ ഡ്രൈവറായ വേണു അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കു വേണ്ടി വെള്ളിയാഴ്ചയാണ് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. എന്നാൽ 5 ദിവസം കഴിഞ്ഞിട്ടും ശസ്ത്രക്രിയ നടത്തിയില്ലെന്നാണ് പരാതി. ആശുപത്രിക്കെതിരെ വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം വേണു ഉന്നയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ ആരും മറുപടി നൽകില്ല. യൂണിഫോമിട്ട ആളുകളോട് കാര്യം ചോദിച്ചാൽ നായയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും നോക്കില്ല. എല്ലായിടത്തും കൈക്കൂലിയാണ്. വെള്ളിയാഴ്ച രാത്രിയാണ് ഞാൻ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ ഇവിടെ വന്നത്. കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള ആംബുലൻസ് വിളിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത്. 5 ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. എന്നോട് കാണിക്കുന്ന ഉദാസീനത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പരിശോധിക്കാൻ വരുന്ന ഡോക്ടറോട് ചികിത്സ എപ്പോൾ ഉണ്ടാകുമെന്ന് പലതവണ ചോദിച്ചിട്ടും ഒരറിവുമില്ല. കൈക്കൂലി വാങ്ങിയാണോ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട 2 പേർ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകുമെന്ന് അറിയാമല്ലോ. സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്രയമാകേണ്ട ആതുരാലയം ഓരോ ജീവന്റെയും ശാപം പേറുന്ന നരകമായി മാറുകയാണ്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകത്തെ അറിയിക്കണം, വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. വേണു മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തു വന്നു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇരയാണ് വേണു. വേണു മരിച്ചതല്ല, 9.5 വർഷം കൊണ്ട് ഈ സർക്കാർ തകർത്തു തരിപ്പണമാക്കിയ ആരോഗ്യവകുപ്പും കുത്തഴിഞ്ഞ സംവിധാനങ്ങളും ചേർന്ന് കൊലപ്പെടുത്തിയതാണ്. സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മരണശേഷവും തന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്നവരെ കുറിച്ച് വേണു കേരളത്തോട് സംസാരിക്കുകയാണ്. ഒരു നിവൃത്തിയുമില്ലാതെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന കേരളത്തിലെ നിസ്സഹായരായ ഓരോ സാധാരണക്കാരന്റെയും സങ്കടങ്ങളും ആത്മരോഷവുമാണ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ആരോഗ്യമേഖലയിലെ സിസ്റ്റം തകരാറിലാണ്. എന്നാൽ ആ തകരാർ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും മന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ ഇതേ മെഡിക്കൽ കോളേജിലെ വകുപ്പ് തലവൻ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്താനും നിശബ്ദനാക്കാനും ശ്രമിച്ചതും ഇതേ മന്ത്രിയാണ്. നിങ്ങളുടെ കെടുകാര്യസ്ഥതയുടെയും കഴിവില്ലായ്മയുടെയും ഇരകളായി മാറുന്നത് സാധാരണക്കാരാണെന്നത് മന്ത്രിയും സർക്കാരും മറക്കരുതെന്നും സതീശൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവും അനാസ്ഥയും തുടർച്ചയായി ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു ജാള്യതയുമില്ലാതെ ആ കസേരയിലിരിക്കാൻ സാധിക്കുന്നത്? രാജിവെച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ആരെയെങ്കിലും മന്ത്രിസ്ഥാനം ഏൽപ്പിക്കുന്നതാണ് സാധാരണക്കാരുടെ ആരോഗ്യത്തിനും ജീവനും നല്ലത്. വേണുവിന്റെ ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 1ാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ 2ാം പിണറായി സർക്കാരിന്റെ ഭാഗമാക്കിയിരുന്നില്ല. ആരോഗ്യമേഖലയിൽ സർക്കാരിന്റെ യശസ് ഉയർത്തും വിധമായിരുന്നു ശൈലജ ടീച്ചറുടെ പ്രകടനം. എന്നാൽ തുടർഭരണകാലത്ത് ശൈലജ ടീച്ചർക്ക് പകരം ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് ഇനിയും ആ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചില്ലെന്ന വിമർശനമുണ്ട്. പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടത് ആരോഗ്യമന്ത്രിക്ക് നേരെയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ആരോഗ്യമേഖലയിൽ സംഘർഷ സാധ്യത ഏറുന്നുവെന്നതും
മന്ത്രി വീണയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഡോക്ടർമാരും രോഗിയുടെ കൂട്ടിരിപ്പുകാരും തമ്മിലുള്ള സംഘർഷം പതിവാവുകയാണ്. ഇതിൽ ഡോക്ടർമാർ വലിയ പ്രതിഷേധത്തിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ചതും അത് പ്രതിരോധിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നതും ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികൾ പരാതിയുമായി വരുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു. എന്ത് പ്രശ്നം വന്നാലും അതിനെ ന്യായീകരിക്കാനും പരാതിക്കാരെ തള്ളിപ്പറയാനും ശ്രമിക്കുന്ന വീണ ജോർജ് കേരളം ആരോഗ്യമേഖലയിൽ നമ്പർ 1 ആണെന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കും.